എൻ്റെ പൊന്നെ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ലക്ഷം കടന്നു സ്വർണ്ണവില. പവന് 1,16,600 രൂപയായി. ഒരു ഗ്രാമിന് 12,700 രൂപയാണ് വില. ഈ വർഷം മാത്രം കൂടിയത് 44,800 രൂപ. ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ ചേരും. അതുപോലെ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ വ്യാപാരികളും സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളുമുള്ള തൃശ്ശൂരിൽ നിന്ന് റാഫി കരിയും കൂടി ചേരും. ആദ്യം കൃഷ്ണ ചെറിയാനിലേക്ക്. കൃഷ്ണ, ഞാൻ ചോദിക്കേണ്ട, ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഈ സ്വർണം വാങ്ങിച്ചു വെക്കുന്നതാണോ നല്ലത്, അതോ വീട്ടിലിരിക്കുന്ന സ്വർണം കൂടി വിൽക്കുന്നതാണോ നല്ലത്? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിങ്ങനെ കാത്തുകാത്തിരുന്ന സ്വർണം 1 ലക്ഷം തൊട്ടിരിക്കുകയാണ്. എസ്കെന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. നമ്മൾ ഓരോ നിക്ഷേപവും നടത്തുമ്പോൾ നമ്മൾ അത് നോക്കുന്നത്, ഇപ്പോൾ ഞാൻ 1000 രൂപ ഇന്ന് നിക്ഷേപിച്ചു, എനിക്കൊരു 40 വർഷം കഴിയുമ്പോൾ അത് 50,000 രൂപ കിട്ടും. പക്ഷെ ആ 40 വർഷം കഴിയുമ്പോൾ ആ 50,000 രൂപയ്ക്ക് എനിക്ക് 10 കിലോ അരി മാത്രമാണ് വാങ്ങിക്കാൻ പറ്റുന്നതെങ്കിൽ ആ വിലക്കയറ്റം ആ നിക്ഷേപത്തെ ബാധിച്ചു എന്നാണ് പറയേണ്ടത്. പക്ഷെ സ്വർണ്ണ നിക്ഷേപത്തെ വിലക്കയറ്റം ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ച വീട്ടമ്മമാർക്ക് അത് വലിയൊരു ലാഭമായി മാറും. ഞാൻ ആ കണക്ക് പറയാം. രസകരമായ ഒരു കണക്കാണ്. ഇപ്പോൾ അരിവില നമുക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ വഴിയൊന്നുമില്ല. എന്നാൽ പോലും 1925 സ്വർണം 1 പവന് വില 13 രൂപ 75 പൈസ, 13.25 രൂപ. അന്ന് 1 കിലോ അരിയുടെ വില 2 അണയാണ്. 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 അണയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 13.25 രൂപ 1925 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് 110 കിലോ അരിയാണ്. അതേ 110 കിലോ അരി ഇന്ന് മട്ട അരിക്ക് ഞാൻ 50 രൂപ എന്ന് വിലയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 110 കിലോ അരി ഇന്ന് വാങ്ങിക്കണമെങ്കിൽ വെറും 5,500 രൂപ കൊടുത്താൽ മതി. അതായത് ഈ 1925 13.25 രൂപ കൊടുത്ത് 1 പവൻ വാങ്ങിയ ഒരു വീട്ടമ്മയ്ക്ക് ഇന്ന് ആ 1 പവൻ കൊണ്ട് 5,500 രൂപയ്ക്ക് 110 കിലോ അരിയും മേടിക്കാം. ബാക്കി 95,000 ശിഷ്ടം രൂപ ലാഭവുമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ അല്ലെങ്കിൽ വിലക്കയറ്റത്തെ ബീറ്റ് ചെയ്യാനുള്ള, വിലക്കയറ്റത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ല ഒരു നിക്ഷേപമായി സ്വർണം നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങി കൂട്ടുമ്പോൾ അതിലുള്ള ഒരു പ്രശ്നം, പണിക്കൂലി നമ്മൾ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഡിസൈനർ ആഭരണങ്ങളൊക്കെ ആകുമ്പോൾ അതിന് 30% ഒക്കെ പണിക്കൂലിയാകും. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ദിവസം തന്നെ ആ പണിക്കൂലി നമുക്ക് നഷ്ടമായിട്ട് മാറുകയാണ്. കാരണം ആ പണിക്കൂലി നമുക്ക് എന്തായാലും അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം വിറ്റാൽ കിട്ടില്ല. പിന്നെ നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കണം ഈ 30% അല്ലെങ്കിൽ 10%, 5% പണിക്കൂലി നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മാറിക്കിട്ടാനായിട്ട്. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണ നിക്ഷേപം, ETF, ഗോൾഡ് ETFകൾ, ഗോൾഡ് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഗോൾഡ് ട്രേഡഡ് ഫണ്ട്സിൽ നിക്ഷേപിച്ചവർക്ക് വലിയ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ 2026 സ്വർണ്ണവില $4,900 കടക്കും എന്നാണ് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് $5,000 ഒരു ഔൺസിനാകും. അപ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിക്കാനാണ് സാധ്യത. പക്ഷേ കൃഷ്ണ, യഥാർത്ഥത്തിൽ എൻ്റെ പൊന്നോ എന്ന് നെഞ്ചത്തടിച്ച് വീട്ടമ്മ നിലവിളിക്കുന്ന സാഹചര്യം ഉണ്ടോ? കാര്യം കല്യാണമൊക്കെ അടുത്ത് വരുമ്പം വീട്ടിലുള്ളവരുടെ കരളിലും ഒക്കെ തീയായിരിക്കുമല്ലോ. SK, ഞാൻ ഈ അരിക്കഥ പറഞ്ഞേ കേട്ടില്ലാന്ന് തോന്നുന്നു. അരിക്കഥ പറഞ്ഞേ കേട്ടിരുന്നെങ്കിൽ SK അങ്ങനെ ചോദിക്കലായിരുന്നു. കാരണം അതിൽ നിന്ന് നമുക്ക് എനിക്ക് വേറെ സംശയം വന്നു, അതേ ഞാൻ ചോദിക്കാഞ്ഞതാ. അല്ല, അപ്പൊ നമ്മള് സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തിയാൽ വളരെ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഞാൻ കുറച്ച് കമ്പാരിസൺ കൂടെ പറയാം. ഇനി അരി പോയിട്ട് നമ്മൾ മറ്റ് നിക്ഷേപ മാർഗങ്ങളിലേക്ക്, അതെ, അരി വിട്ടിട്ട് സാധാരണക്കാരുടെ കാര്യത്തിൽ നിന്ന് നമ്മൾ വരണമല്ലോ. അപ്പൊ അരി വിട്ടിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പൊ 2024 1 പവൻ സ്വർണത്തിന് 50,000 രൂപ, 2024 50,000 രൂപ കിടക്കുന്നത്. ആ 1 പവൻ സ്വർണത്തിന് 2025 ആയപ്പോഴേക്കും 50,000 രൂപ വീണ്ടും കൂടിയിരിക്കുകയാണ്. അത്രയധികം വർധന, 60% വർധനയാണ് ഒരു വർഷം. ഏത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് SK 60% റിട്ടേൺ തരുന്നത്? നമ്മൾ ഈ കഴിഞ്ഞ വർഷം സ്റ്റോക്കിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഒരു 17% റിട്ടേൺ ഒക്കെയാണ് ശരാശരി മിക്കവാറും നല്ല പെർഫോമൻസ് നടത്തുന്ന സ്റ്റോക്കുകൾ നൽകിയിട്ടുള്ളത്. അത് ചില സ്റ്റോക്കുകൾ ചിലപ്പോൾ 20% എന്നൊക്കെ നമുക്ക് വാദിക്കാൻ പറയാം, 20-25% എന്നൊക്കെ. ഇനി റിയൽ എസ്റ്റേറ്റ്, ഏതെങ്കിലും വസ്തു നമ്മൾ വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരു 7.7% റിട്ടേൺ ഒക്കെ തരും. പക്ഷെ സ്വർണത്തിന്റെ കേസിലൊന്നും നോക്കൂ, 60% റിട്ടേൺ ആണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു നിക്ഷേപ പദ്ധതികളും ഇത്രയധികം റിട്ടേൺ ആർക്കും കൊടുക്കുന്നില്ല. അതിപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും, സിപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിലും, സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നവർക്കാണെങ്കിലും, റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നവർക്കാണെങ്കിലും, മറ്റേത് നിക്ഷേപ മാർഗ്ഗങ്ങളിൽ, ഇപ്പോൾ ചിട്ടി വെക്കുന്ന, സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിട്ടി വെക്കുന്നവർക്കാണെങ്കിലും, സേവിങ്സ് ഡിപ്പോസിറ്റിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിലോ ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും അവർക്കറിയാം അതിൻ്റെയൊക്കെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ ഗോൾഡിലും സിൽവറിലും ഉണ്ടായിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ഗോൾഡിനൊപ്പം തന്നെ ഞാനാണോ നീയാണോ മുന്നിലെന്നൊരു രീതിയിലാണ് സിൽവറും പോകുന്നത്. അപ്പോൾ സിൽവറിന് ചൈന ഇറക്കുമതി നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ചൈനയിൽ വന്ന ഈ കയറ്റുമതി നിയന്ത്രണം സിൽവറിൻ്റെ വിലയും ഇതേപോലെ തന്നെ കൂട്ടുന്നുണ്ട്. ഡിസംബർ 12 1 ഗ്രാം സിൽവറിൻ്റെ വില 200 രൂപയായിരുന്നു. വെറും
10 ദിവസത്തിന് മേലെ അത് 20 രൂപ കൂടി ഇന്ന് 220 രൂപയാണ് ഗ്രാമിന്. സിൽവർ വില എനിക്കറിയാം, നമ്മൾ ഈ വെള്ളിയൊക്കെ 1 ഗ്രാം വെള്ളിക്ക് 9 രൂപ 10 രൂപ 11 രൂപയൊക്കെ കൊടുത്തിരുന്ന ഒരു കാലത്ത് നിന്നാണ് പെട്ടെന്ന് ഈ കുതിച്ചുചാട്ടം ഉണ്ടായത്. 1 കിലോ വെള്ളിക്ക് 2,20,000 രൂപയാകുന്നു. അപ്പോൾ ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ETF-കളിൽ ട്രേഡഡ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് വലിയ ലാഭമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാരണം അമേരിക്ക തന്നെയാണ്. അമേരിക്ക ചതിച്ചാശാരി എന്ന് പറയേണ്ടി വരും. കാരണം ട്രംപ് പലിശ കുറയ്ക്കുക എന്ന് ജെറോം പവലിനോട് ആവശ്യപ്പെടുന്നു. അമേരിക്കയിലെ കേന്ദ്ര ബാങ്കിന്റെ ചെയർമാനാണ് ജെറോം പവൽ. അപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹം പറയുന്നു പലിശ കുറയ്ക്കില്ല എന്ന് പറയുന്നു. ഒടുവിൽ സെപ്റ്റംബറിൽ 0.25% പലിശ കുറയ്ക്കുന്നു. ഒക്ടോബറിൽ വീണ്ടും ഒരു 0.25% പലിശ കുറയ്ക്കുന്നു. ഡിസംബറിൽ വീണ്ടും 0.25%. അങ്ങനെ 0.25% പലിശയാണ് അമേരിക്കയിൽ കുറച്ചത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേന്ദ്ര ബാങ്കും പലിശ കുറച്ച് നമുക്കറിയാം 1.25% പലിശയാണ് ഒരൊറ്റ വർഷത്തിൽ കുറച്ചത്. അപ്പോൾ പലിശ കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബാങ്ക് നിക്ഷേപങ്ങളുടെ ആ ഒരു ആകർഷണീയത പോകും. ബോണ്ടുകളുടെ നിക്ഷേപ പലിശ നിരക്ക് കുറയും. ഓഹരി വിപണികൾ അത്ര അട്രാക്റ്റീവ് അല്ലാതെ പോകും. അങ്ങനെ വരുമ്പോൾ നിക്ഷേപകരെല്ലാം കൂടെ കൂട്ടത്തോടുകൂടെ സ്വർണം വാങ്ങിക്കൂട്ടും. അത് ETF-കളിലാണെങ്കിലും ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിലും വാങ്ങിക്കുന്നവരുടെ എണ്ണം കൂടും. ഒന്നാമത് അങ്ങനെ ഡിമാൻഡ് കൂടും. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സപ്ലൈ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ വില കുത്തനെ കൂടും. നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. കാരണം സ്വർണത്തിന്റെ അളവ് നമുക്ക് കൂട്ടാൻ സാധിക്കില്ലല്ലോ. രണ്ടാമത്തെ കാരണം ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ, യുക്രൈൻ യുദ്ധം വരുന്നുണ്ട്, അതുപോലെ തന്നെ വെനസ്വേലയിലെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കാണുന്നു. മൂന്നാമത്തേത് നമ്മുടെ കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടി സ്വർണ്ണശേഖരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും 880 മെട്രിക് ടൺ സ്വർണ്ണമാണ് അടുത്തിടെയായി വാങ്ങിച്ചു കൂട്ടിയത്. അപ്പോൾ കേന്ദ്ര ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് ഡിമാൻഡ് കൂടുന്നു. അങ്ങനെ മൊത്തത്തിൽ ഡിമാൻഡ് വലിയ തോതിൽ കയറുന്നത്. നമുക്ക് 10 എണ്ണം ഉള്ള ഒരു സംഭവം, അതിന് 20 പേര് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന്റെ വില കൂടും. അങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ വില. ഒരു കാര്യം കൂടി എസ്കാൻ, ഇന്ന് ഒരു പവന് നമ്മൾ 10% പണിക്കൂലിയും 3% GSTയും വെച്ച് ഒരു പവന് വാങ്ങിക്കുകയാണെങ്കിൽ 1,15,112 രൂപ കൊടുക്കേണ്ടി വരും. അത് 30% പണിക്കൂലിയൊക്കെ ആണെങ്കിൽ അത് 1,30,000 രൂപയൊക്കെ പോകും. അപ്പോൾ ഇതാണ് സ്വർണത്തിന്റെ കഥ. സ്വർണത്തിൽ നിക്ഷേപം ദീർഘകാലത്തിൽ നല്ലതാണെന്നാണ് ഇപ്പോഴും വിദഗ്ധർ പറയുന്നത്. ഓക്കെ, താങ്ക് യു കൃഷ്ണ. എനിക്ക് ഒരു സംശയം, ഈ മുൻ ജന്മത്തിൽ കൃഷ്ണ വല്ല സ്വർണ്ണ വ്യാപാരിയായിരുന്നു. എന്തോ ഒരു ആവേശമായി ഇതൊക്കെ പറയാൻ. ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.